നമ്മളങ്ങനെ പിന്നെ കുറച്ചു നേരം കോളേജിൻ്റെ അവിടെ പോയിരുന്നത്. കാരണം അവിടെ പോയിരിക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ വീട്ടിലേക്ക് എത്തിയപ്പോണ്ട് ആകെപ്പാടെ കച്ചറ. നമ്മളെ താഴത്ത് കുറച്ച് അയക്ക പിള്ളേരുണ്ട്, എന്താ ചെയ്യണ്. അങ്ങനെ ഒരു ചായയും കുടിച്ചാണ് നമ്മൾ ഫിലിമിന് പോകാൻ ഇറങ്ങി. നമ്മളൊന്നൊരു ഫിലിമിന് പോകുന്നുണ്ട്. അതിന്റെ ഇടക്ക് ഇതാ ഇയാളെ എന്താ ഉദ്ദേശിക്കണമെന്ന് അറിയില്ല. പിന്നെ ചോദിക്കാനൊന്നും പോയില്ല, എന്താ ചാവട്ടെ. അങ്ങനെ നമ്മൾ ആദ്യം ഫിലിമിന് ഫുഡ് കഴിക്കാൻ പോയി. കാരണം ഫിലിം മോശമാണ് കേട്ടെ, അപ്പൊ പിന്നെ കടന്നുറങ്ങാലോ. പിന്നെ ആകെപ്പാട് ആലോചന എന്താ ഇപ്പൊ കഴിക്കാന്ന്. അവസാനം ആലോചിച്ച് നമ്മൾ സ്ഥിരം പരിപാടിക്ക് എത്തി. അൽഫാം മന്തി വേറെ എന്താ കഴിക്കണു. പിന്നെ ആകെപ്പാട് യുദ്ധേനു എന്തൊക്കെയായിരുന്നു. അവസാനം ആ ചേട്ടൻ പറഞ്ഞു റൈസ് കഴിഞ്ഞായിരുന്നു. കാരണം അമ്മാര് തീറ്റവനൊക്കെ തിന്നണതേ ഹോട്ടൽ മുടിപ്പിക്കാനായിട്ട് ഇറങ്ങി ചെന്നിക്കാണ്. പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ. ഇവരെ വിചാരം അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാല് ഹോട്ടലത്തെ ഫുള്ള് കഴിക്കാന്നാ. ആ മൈൻഡിലാണ് ചെന്നിക്കണതേ. എന്താ ചെയ്യണു, മനുഷ്യന്മാരായ ഒരു മര്യാദ വേണ്ടേ. എന്താ അവസ്ഥ. അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിക്കാണ് ഫിലിം കാണാൻ പോയത്. സ്റ്റേഡിയത്തിൽ ചെന്ന സമയത്ത് അവിടെ കളി ഉണ്ടായിരുന്നു, ക്രിക്കറ്റ്. എന്തോ ഒരു ഫ്രണ്ട്ലി മാച്ചാണ്, സഞ്ജു കളിക്കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൂലിയാണ് വന്നിക്കണേ. ഇത് മൊത്തത്തിൽ കൂലിയാവേണ്ട അവസ്ഥയാണ്. ഒരുമാതിരി വാട്ടപ്പാടം. ബോറടിച്ച് ചത്ത്. രജനീകാന്ത് ഒന്നും വയ്യ, അയാളൊക്കെ ഒന്നും ഫീൽ ഔട്ട് ആയിക്കണം. കൈകളെ മുപ്പരെ കൊണ്ടുവന്നു. അതിമാതിരി പടാകപ്പാട് ബോറടിച്ച് പ്രാന്തായി. അയാൾക്ക് കുറെ കോമഡി പടത്തിന്റെ അടിയിൽ. പക്ഷെ നാഗാർജുന കിടുക്കി സീൻ സാധനം. മോനും കൂടി ഇല്ലാണെങ്കിൽ പടം പറ്റം പോയിരുന്നത്. ഇനിയിപ്പോ നിങ്ങളെ അഭിപ്രായം എന്താ പറയില്ല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞാണ്. അതുപോലെ സോബിൻ നൈസായി. ബാക്കിയൊക്കെ കണക്കാണ് പടത്തില്.